എന്നാൽ ഈ ദിവസത്തെ സംബന്ധിച്ച് ഖുർആൻ ചില വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വാക്കുകൾ മാത്രം പറയുകയാണ്, വിശദീകരിക്കാനുള്ള സമയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ പർവ്വത ശിഖരങ്ങളെയും പർവ്വതങ്ങളെയും ചലിപ്പിക്കുന്നതായ ദിവസം. ഭൂമിയെ നിനക്ക് ഭൂമി ലോകത്തെ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നശിപ്പിക്കപ്പെട്ടതായ നിലയിൽ, നഗ്നമായ നിലയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല നിലയിൽ കൂടിയിട്ട് ഭൂമിയെ നീ കാണുകയും ചെയ്താൽ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു വീണിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും നാം അവിടെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഒരുവനെയും നാം വിട്ടുകളയില്ല, ഒരു മനുഷ്യനെയും നാം വിട്ടുകളയുകയില്ല. തീർച്ചയായും അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങൾക്കറിയുമെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ ഓരോ ദിവസവും ഓതൽ സുന്നത്തായ സൂറത്തിലെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പരമ്പരയിൽ ജനിച്ചു വീണ ഖിയാമത്ത് നാൾ വരെയും വരുന്ന മുഴുവൻ മനുഷ്യ ജീവനുകളിൽ നിന്നും ഒന്നുവിടാതെ എല്ലാത്തിനെയും അണിയായി അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ നിർത്തപ്പെട്ട ദിവസം. ആ ദിവസത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങൾ നമ്മൾക്ക് വന്നിരിക്കുന്നു. ആദ്യ പ്രാവശ്യം നിങ്ങളെ എപ്രകാരമാണോ നാം സൃഷ്ടിച്ചത്, ആത്മീയ ലോകത്ത് വെച്ചിട്ട് ആത്മീയ ലോകത്തിനോടാണ് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, അതെ നീ നിങ്ങളുടെ റബ്ബാണ് എന്ന് ആത്മീയ ലോകത്തെ സമ്മതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓരോ ആത്മാവിനെയും ഒന്നും വിടാതെ അന്ന് പറയുന്നതാണ് ഒരുവനെയും വിട്ടുകളയാതെ മുഴുവൻ ജനങ്ങളെയും അണിയണിയായി സഭകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൊടുക്കുന്ന ദിവസം. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മർറ ബൽ തഅന്തും അല്ലൻ നജഅല ലകും മൗഇദാ. പക്ഷെ നിങ്ങളുടെ ധാരണ എന്തായിരുന്നു? എന്താ പറയുകയാണ്, നിങ്ങളുടെ ചിന്ത എന്തായിരുന്നു, നിങ്ങളുടെ മാനദണ്ഡം എന്തായിരുന്നു, നിങ്ങളുടെ വാദമുഖമെന്തായിരുന്നു? ഇത് കുറെ കാലമായി പറയുന്നത് കേൾക്കുന്നതാണല്ലോ, ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ പദം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്താ, ഞങ്ങൾ വർഷം മുഴുവൻ മഗ്ഫിറത്ത് തേടുന്നവരല്ലേ, അതിന്റെ ആവശ്യകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബൽ തഅന്തും അല്ലൻ നജഅല ലകും മൗഇദാ. നിങ്ങൾക്ക് ഒരു നിശ്ചിതമായ സമയം നിശ്ചയിച്ചു തന്നിട്ടില്ല എന്ന് നിങ്ങൾ ധരിച്ചു വച്ചായി. മനുഷ്യ ജീവിതത്തിന്റെ ജീവരേഖ എന്താണോ, മനുഷ്യ ജീവിതത്തിന്റെ കർമ്മരംഗം എന്താണോ, മനുഷ്യ ജീവിതത്തിന്റെ വികാര വിചാരം എന്താണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവനുകളെ ഒന്നുവിടാതെ എല്ലാത്തിനെയും മനുഷ്യരെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്നുള്ള ഒരു കിതാബിനെ നൽകപ്പെടുന്നു. കിതാബിനെ വെക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് പറയുന്നു, ഈ കിതാബ് നൽകപ്പെടുന്നതായ സന്ദർഭത്തിൽ മനുഷ്യ ജീവനുകളുടെ അവസ്ഥ എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ഈ സാഹചര്യവും അല്ലാഹു ഇത് പറയുന്ന സന്ദർഭവും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുന്നു. ഭൂമിയിൽ യാതൊന്നുമില്ല, ഭൂമി നഗ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാണുന്ന വസ്തുക്കളൊന്നും ഭൂമിയിൽ ഇല്ലാത്ത നിലയിൽ മുഴുവൻ ജനങ്ങളെയും അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. വായിച്ചുകളെ നിങ്ങളുടെ ഈ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് നൽകപ്പെടുന്ന ദിവസം, ആ ദിവസത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ടായി മനസ്സിലാക്കി തരുന്നു. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, തന്റെ കയ്യിൽ നൽകപ്പെട്ടിട്ടുള്ള ആ ഗ്രന്ഥത്തിൻ്റെതായ കാഴ്ച, അതിലെ യാഥാർത്ഥ്യങ്ങൾ, അതിലെ ആലേഖനങ്ങൾ, അതിലെ റെക്കോർഡുകൾ കാണുമ്പോ ഓരോ മനുഷ്യന്മാരും പാപികളായ പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിതത്തെ കളങ്കപ്പെടുത്തിയ ഓരോ മനുഷ്യന്മാരെയും കാണാൻ കഴിയും. തന്റെ കയ്യിൽ നൽകപ്പെട്ടിട്ടുണ്ടായ ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളെ കണ്ടിട്ട് ഭയപ്പെട്ടു പോകും. അത്തരക്കാരായ ആൾക്കാർ പറഞ്ഞേക്കുമോ, യാ വൈലതനാ യാ വൈലതനാ വയാ നദാമാ വയാ ഹസ്രതാ, എന്റെ ഖേദമേ, എന്റെ നാശമേ, എന്റെ പരാജയമേ, മാലിഹാദൽ കിതാബ്, എന്ത് കിതാബാണ് നൽകപ്പെട്ടിരിക്കുന്നത്, എന്ത് അത്ഭുതകരമായ ഗ്രന്ഥമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ നാവുകളിലൂടെ ലോകത്ത് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ അതിലെ അവസാനത്തെ ഗ്രന്ഥമാകുന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിർദ്ദേശ ഉപദേശങ്ങളുടെ എല്ലാം സമാഹാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു നീതിമാനാണെന്നും അല്ലാഹു സത്യസന്ധനാണെന്നും അല്ലാഹു ഒന്നിനോടും അനീതി കാണിക്കുകയില്ല എന്നും യഥാർത്ഥത്തിൽ അകക്കണ്ടുകൊണ്ട് ബോധ്യപ്പെടുന്ന മനുഷ്യരുടെ ദിനത്തിൽ മുജ്രിമീങ്ങളായ കുറ്റവാളികളായ പാപകർമ്മങ്ങൾ ലയിച്ചു ചേർന്ന മനുഷ്യ സമൂഹത്തിന്റെ വാക്കാണ് മാലിഹാദൽ കിതാബ്. എന്ത് അത്ഭുതകരമായ ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലയോ എന്ന് ഓരോ കുറ്റവാളികളും പറഞ്ഞു പോകുന്ന ദിവസം. മാത്രമല്ല വവജദൂ മാ അമിലൂ ഹാദിറാ, അവരെത്തിക്കുന്നതാണ് അവരെന്തെല്ലാം കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു പോയിട്ടുണ്ടോ ആ ചെയ്തു പോയ മുഴുവൻ കാര്യങ്ങളും അവർക്ക് നേരെ ബോധ്യപ്പെടുകയാണ്. അവരുടെ മനസ്സിന്റെ മാനസികമായ ഉള്ളറകളിൽ എത്തിക്കുകയാണ്, ബോധ്യപ്പെടുകയാണ്, ഉറപ്പാകുകയാണ്, ഉറപ്പോടുകൂടി പറയുകയാണ്. അവർ ചെയ്തു കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെത്തിച്ചിരിക്കുന്നതായിട്ട്. വലാ യദ്ലിമു റബ്ബുക അഹദാ വലാ യദ്ലിമു റബ്ബുക അഹദാ, ഒരാളോടും നിന്റെ രക്ഷിതാവ് അനീതി കാണിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ ഓർത്തിട്ടാണ് പറയുന്നത്. ഈ ദിവസത്തിൽ അല്ലാഹു പരിശുദ്ധമായ നൽകിയ ആത്മാവിനെ അതേ പരിശുദ്ധിയോടുകൂടി അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ എത്തിക്കപ്പെടാനുള്ള ദൗത്യത്തിന് വീഴ്ച വരുത്തിയവർ ആരാണോ അവർ മുജ്രിമാണ്, ഫാസിഖാണ്, കാഫിറാണ്, കുറ്റവാളിയാണ്, പാപകർമ്മങ്ങളുടെ കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടിസ്ഥാനപരമായ തത്വത്തെ സംബന്ധിച്ച് മനുഷ്യ ഹൃദയത്തിലേക്ക് ഓതിത്തരികയാണ്. അല്ലാഹു ഈ വശത്തെ സംബന്ധിച്ച് ഖുർആനിന്റെ വേറൊരു ഭാഗത്ത് പറയുന്നു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സാ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. സൂറത്ത് ആല ഇംറാനിലെ 30-ാമത്തെ ആയത്ത്. അവരെത്തിക്കുന്നതാണ് അവർ ചെയ്തു കൊടുക്കുന്നതായ മുഴുവൻ കർമ്മങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്, ഓരോ ശരീരങ്ങളും പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും എത്തിക്കുന്നതായ ദിവസം. മുഹ്ദറൻ, ആ കർമ്മങ്ങൾ ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. വമാ അമിലത് മിൻ സൂഇ, താൻ ചെയ്തു കൂട്ടിയ തിന്മകൾ എന്തെല്ലാമാണോ ആ തിന്മകളും എത്തിക്കുന്നതായ ദിവസം. ഓരോ നഫ്സുകളും ആ ശരീരത്തിൻ്റെതായ ഓരോ നഫ്സുകളും ആഗ്രഹിച്ചു പോകും.
അള്ളാഹുവിനോട് പുറച്ചെടുത്തേണ്. ഈ പുറച്ചെടുത്തേണ് ദുനിയാവിൽ വെച്ച് നിന്റെ ശരീരത്തോടു കൂടി നിന്റെ ആരോഗ്യത്തോടു കൂടി നോമ്പുകാരനായ നിലയിൽ ഈ അള്ളാഹുവിനോട് ഒരു പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്താൽ അത് 700,000 കോടികളായും അള്ളാഹുവിനെ ബന്ധപ്പെടുത്തി നിന്റെ 7 രേഖപ്പെടുത്തപ്പെടുമ്പോ ആ രേഖപ്പെടുത്തുന്നത് കാരണമായി നിന്റെ കുറ്റകൃത്യങ്ങൾ കിതാബിൽ നിന്നും മായ്ക്കപ്പെടുകയാണ്. അള്ളാഹു അതിനെ മായ്ച്ചു കളയുകയാണ്. അതുകൊണ്ട് പ്രിയ മുഅ്മിനീങ്ങളെ, നിസ്സാരമായ ഒരു കാര്യമല്ല. അള്ളാഹു പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ ലക്ഷ്യമാക്കാൻ വേണ്ടി ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആലോചിക്കാൻ തയ്യാറുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നതാണ്. ആ കോടതിയിൽ ഹാജരാകുമ്പോ പ്രസിഡന്റ് ഉണ്ടാകില്ല, ഇമാം ഉണ്ടാകില്ല, ഖതീബ് ഉണ്ടാകില്ല, മുദരിസ് ഉണ്ടാകില്ല, മക്കളുണ്ടാകില്ല, ഇണയുണ്ടാകില്ല, കൂട്ടുകാരുണ്ടാകില്ല, ആ പണിത്തരങ്ങൾ ഉണ്ടാകുന്നില്ല. എല്ലാവരും വിരണ്ടോടുന്ന ദിവസം അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നാൽ തന്നെയും നമ്മളോട് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരായിരിക്കും? ആരാണ്? ഈ പറഞ്ഞ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകില്ല. പിന്നെ ആരാണ് നമ്മുടെ ഈ കർമ്മങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കുറഞ്ഞ പക്ഷമല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നതായ ഈ യാസീൻ സൂറത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, اليوم نختم على أفواههم ആ ദിവസത്തിൽ അവരുടെ വായുകളെ നാം സീൽ വെക്കുന്നു. നമ്മളോട് അവരുടെ കരങ്ങൾ സംസാരിക്കുന്നതാണ്. അവരുടെ കാലുകൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ സംബന്ധിച്ച് ഓരോ മനുഷ്യന്റെയും നാവ് സീല് വെക്കപ്പെടുകയും കരങ്ങൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ഖിയാമ, യൗമുൽ ഹശ്ർ, മഹ്ശറിന്റെ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഗൗരവം മനസ്സിലാക്കി തരുമാറാകട്ടെ. ഒരായത്തും കൂടി ഒരു നിമിഷവും കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന കാര്യം കൈവൊക്കെ തെറ്റിയിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ കടുത്തമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഊഹാ ശഹിദ അലൈഹിം സഖറുഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. وقالوا لجلودهم لم شهدتم علينا. ആത്മീയതയുടെ വക്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധിയോടുകൂടി ആ ആത്മാവിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ലായെങ്കിൽ ഞാൻ ഈ ലോകത്ത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ ആര് കാണാൻ, ആര് കേൾക്കാൻ? എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ ഇണയും എന്റെ കുടുംബാദികളും എന്നെ വിട്ട് പിരിഞ്ഞു പോകുമ്പോ എനിക്ക് സാക്ഷി പറയാനുള്ളത് ആരാണ്? എന്റെ ഈ കർമ്മങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആത്മീയ ലോകത്തേക്ക് ആത്മാക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നതാണ് അവരുടെ കാത്, അവരുടെ കണ്ണ്, അവരുടെ രോമകൂപങ്ങൾ മുഴുവനും, അവരുടെ ചർമ്മങ്ങൾ, രോമകൂപങ്ങൾ മുഴുവനും അവർക്കെതിരെ സാക്ഷി പറയുന്നതാണ്. ഈ ആത്മാക്കൾ ചോദിച്ചു പോകും അത്രേ. എന്താ ചോദ്യം? ലിമ ശഹീദും അലൈനാ, ലിമ ശഹീദും അലൈനാ. വളരെ സ്പഷ്ടമായ സുഗന്ധം ദൃശ്യം, വളരെ മനോഹരമായ നിലയിൽ എല്ലാവരും നമ്മൾ പ്രദർശിപ്പിക്കുന്ന എന്റെ ഈ ബോഡിയിൽ ഉൾക്കൊള്ളുന്ന, എന്റെ ബോഡിയിൽ കവലിച്ചിരിക്കുന്ന ചർമ്മം, അത് അല്ലാഹുവിനോട് മറുപടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാക്ക് അപ്രകാരം തന്നെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമ ശഹീദും അലൈനാ ഖാലൂ അൻദഖനല്ലാഹ്.
നിങ്ങൾക്ക് ഇവിടെ ഉസ്താദിനെ ബോധിപ്പിക്കുക, ജബറാളിനെ ബോധിപ്പിക്കുക. അവിടെ പോയി ഇവിടെ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അവിടെയാണ് ശരിയും ചെയ്തത്, ഇവിടെയാണ് അസുഖം തോന്നിയത്, ഇവിടെയാണ് മുൻപിലെത്തുന്നത്. അതല്ല, അള്ളാഹുവിന്റെ സന്നിധാനത്ത് നിങ്ങളുടെ ഈ ശരീരവും ചർമ്മവും കണ്ണും കാതും നിങ്ങളുടെ രോഗങ്ങളും അള്ളാഹുവിൽ സാക്ഷി പറയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയാനുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ സംഭവിച്ചത് ശേഷിപ്പിച്ചിരിക്കുന്നത് തീരുമാനമെടുക്കാൻ